അപ്പോൾ നമ്മുടെ കുലച്ച വായത്തടി നമ്മൾ വെട്ടിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ഈ തൊലി, അതായത് ഒരു ലെയർ നമ്മൾ ഇതേപോലെ പൊളിച്ചതിന് ശേഷം അത് കളയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ തൊലി ഈ പൊളിച്ചെടുത്ത് നമ്മൾ കളഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ലെയർ തൊലിയും ഇതേപോലെ പൊളിച്ചെടുക്കണം. അപ്പോൾ അത് ലെയറായിട്ടുള്ള അതിൻ്റെ തൊലികളൊക്കെ നമ്മൾ ഇതേപോലെ പൊളിച്ചെടുത്ത് നമ്മൾ വെയിലിൽ നമ്മളിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വാഴത്തൊലി ഒരു 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ചീന്തി എടുക്കുന്നുണ്ട്. ഒന്നുകൂടി ചെറുതാക്കി നമ്മളത് ചീന്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2-3 ദിവസം കൂടി നമുക്കിത് ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ നാര്, അതായത് വാഴത്തൊലി ഉണങ്ങി അത് നാരായി മാറിയിട്ടുണ്ട്. ആ നാര് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പണി ആരംഭിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഈ ഉണങ്ങിയ നാര് നമ്മൾ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് വണ്ണം കുറഞ്ഞ പീസുകളായിട്ട് ചീന്തി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാരുകൾ നമ്മൾ ഇതേപോലെ ചീന്തി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ കാർഡ്ബോർഡിൽ നമ്മൾ ഇതേപോലെ ഒരു വലയം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കമ്പി വളച്ചതാ ഒരു വളയം ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കമ്പിയുടെ വളയത്തിന് മുകളിൽ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ വളയം ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ കമ്പിയുടെ മുകളിൽ നമ്മൾ കാർഡ്ബോർഡിൻ്റെ വളയം ഒട്ടിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ നാരെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത നാരെടുക്കുന്നുണ്ട്. ഇനി ഈ നാര് നമുക്ക് ഈ കാർഡ്ബോർഡിന് മുകളിൽ, അതായത് നമ്മുടെ ഈ വളയത്തിന് മുകളിൽ നമുക്ക് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോ നാരുകൾ എടുത്തതിന് ശേഷം നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വളയത്തിന് മുകളിൽ മുഴുവനായിട്ടും നമ്മൾ വാഴനാര് ഇതേപോലെ ചുറ്റിയെടുത്തു. ഇന്നാൾ കുറച്ചുകൂടി വാഴനാര് എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒന്നുകൂടി വണ്ണം കുറച്ചതിന് ശേഷം അത് ഇതേപോലെ ചീന്തി എടുക്കുന്നുണ്ട്. ആ ചീന്തി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഭാഗം ചവിട്ടി പിടിച്ചതിന് ശേഷം നമ്മളിതൊന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ വാഴനാരും നമുക്കൊന്ന് പിരിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ കൈകൊണ്ട് നമ്മൾ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതൊന്ന് പിരിച്ചെടുത്തതിന് ശേഷം ഒന്ന് വലിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് നാരുകൾ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നാരുകൾ നമ്മൾ ഇതേപോലെ പിരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പിരിച്ച് റെഡിയാക്കി എടുത്ത വാഴനാര് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം, അതായത് നമ്മുടെ വളയത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും നമ്മൾ ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാതി ഭാഗം വരെ, വളയത്തിൻ്റെ ഒരു പാതി ഭാഗം വരെ, മുകൾ ഭാഗത്തേക്കുള്ള പാതി ഭാഗം വരെ നമ്മൾ ഇതേപോലെ ഇത് വാഴനാര് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വളയത്തിൻ്റെ മുകൾ ഭാഗത്ത് ഈ രീതിയിൽ നമ്മൾ വാഴനാര് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴനാരുകൾ ഇതേപോലെ വെച്ചതിന് ശേഷം ഇതൊന്ന് പിരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നടുഭാഗത്ത് വരുന്ന നാരുകൾ ഇതേപോലെ പിരിച്ചെടുത്തതിന് ശേഷം ഓരോന്ന് തമ്മിൽ ഇതേപോലെ കൂട്ടി പിരിച്ചെടുക്കുന്നുണ്ട്. ആ പിരിച്ചു വെച്ച വാഴനാര് നിവർന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു കനം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ ഭാഗത്തു നിന്നും ഈ വാഴനാര് പിരിച്ച് അതിൻ്റെ കൂടെ കൂട്ടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്.
ഇനി ഇത് ഇതേപോലെ പിരിച്ചെടുത്തതിന് ശേഷം താഴെ ഭാഗത്തേക്ക് 3 ഭാഗങ്ങളിലേക്കായിട്ട് കുറച്ച് വീതം എടുത്ത് പിരിച്ച് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് താഴെ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഇനി ഒരു വാഴനാര് ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന്, അതായത് ആ ഒട്ടിച്ച ഭാഗം നമ്മളൊന്ന് ഈ വാഴനാര് ഉപയോഗിച്ചിട്ടൊന്ന് ചുറ്റി ബലപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഴനാര് ചുറ്റിതാ ഇതേപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ അടിഭാഗത്തേക്ക് വരുന്ന, അതായത് വളയത്തിന് പുറത്തേക്ക് വരുന്ന വാഴനാരുകൾ ഒന്ന് നന്നായിട്ട് ചെറിയ രീതിയിൽ, വണ്ണം കുറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് ചീന്തിയെടുക്കണം. അപ്പോൾ എല്ലാ നാരുകളും നമ്മൾ ഇതേപോലെ ചീന്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തായ്ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതേപോലെ ഒരു ചീർപ്പ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഇതേപോലെ ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ വാഴനാര് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതാ ഈ രീതിയിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ലീഫുകളൊക്കെ കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ പീസാണ്. അപ്പോൾ ഇത് ചെറിയ വില കൊടുത്താൽ, ഇത് നമ്മളൊരു 20 സെൻറ്റിമീറ്ററാണ് വാങ്ങിയത്. 50 രൂപ കൊടുത്താൽ ഇതേപോലുള്ള പീസുകൾ നമുക്ക് കിട്ടും. 50 രൂപ കൊടുത്ത് ഇതേപോലെ ഒരു 20 സെൻറ്റിമീറ്റർ പീസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് ലീഫ് വേണ്ടുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ലീഫുകൾ ഒട്ടിച്ച് നമ്മളിതാ ഈ രീതിയിൽ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് തെർമോക്കോൾ മുത്തുകൾ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഈ ഗ്രാസിനുള്ളിൽ നമ്മുടെ ലീഫ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാഴത്തടി ഉണക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ നാരെടുത്തിട്ട് നമ്മൾ ചെയ്തെടുത്ത ക്രാഫ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായ ക്രാഫ്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.